കർഷകർക്കെതിരെ ശംഭു അതിർത്തിയിൽ ഹരിയാന പോലീസിന്റെ അതിക്രമം. ഡ്രോണിലൂടെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതേസമയം കർഷകരെ വീണ്ടും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും കർഷകർ അറിയിച്ചു. വിഷ്ണു തലവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേന്ദ്ര സർക്കാർ ചർച്ച നടത്താമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിലവിൽ അത്തരമൊരു ചർച്ചയിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല. കഴിഞ്ഞ 4 തവണ നടത്തിയ ചർച്ചകളും പരാജയം തന്നെയായിരുന്നു. ശംഭു അതിർത്തിയിൽ ഇപ്പോഴും കർഷകർ ദില്ലി ചലോയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഈ അതിർത്തിയിൽ കർഷകരൊക്കെ തന്നെ ഇവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. അതോടൊപ്പം കർഷകർക്ക് നേരെ തുടരെ ടിയർ ഗ്യാസുകൾ, കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ശംഭുവിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയ കണ്ണീർ വാതക പ്രയോഗം ഇപ്പോഴും അത്തരത്തിൽ തുടരുക തന്നെയാണ്. ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്ക് കർഷകർ കൂടുതൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കർഷകർക്ക് നേരെ തുരുതുരെ ഇത്തരത്തിൽ കണ്ണീർ വാതകം പ്രയോഗിക്കുക എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും, ഹരിയാന പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നടപടി. അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചും കർഷകർക്ക് നേരെ ഈ ഒരു കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന നടപടി ഹരിയാന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർഷകർ ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ മണ്ണുമാന്തി യന്ത്രം JCB ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. JCB ഈ അതിർത്തി മേഖലയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരം നടപടികളിലേക്ക് കർഷകർ കടക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് എന്തായാലും കർഷകർ കടക്കുമ്പോൾ ഒരുപക്ഷെ ഹരിയാന പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം കൂടുതൽ ശക്തമാക്കിയേക്കും.